ചോറ്റാനിക്കരയിൽ വീടിനുള്ളിൽ അവശ നിലയിൽ കണ്ടെത്തിയ 19-കാരിയെ ഗുരുതരാവസ്ഥയിൽ ഞായറാഴ്ചയാണ് പെൺകുട്ടിയെ അർദ്ധനഗ്നയായ അവശ നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ കയർ മുറുകി പരിക്കേറ്റ നിലയിലായിരുന്നു സംഭവത്തിൽ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാർത്തയുടെ വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, ചോറ്റാനിക്കരയിലാണ് അവശ നിലയിൽ 19-കാരിയെ ഗുരുതര അവസ്ഥയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ ചോറ്റാനിക്കരയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആൺ സുഹൃത്തിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നൊരു വിവരം കൂടിയാണ് വരുന്നത്. 19-കാരിയായ ഈ പെൺകുട്ടിയെ വീട്ടിൽ അർത്ഥനഗ്നയായ നിലയിൽ കഴുത്തിൽ ചാളു കുരുക്കിയ നിലയിലും അതോടൊപ്പം തന്നെ കൈയിന്റെ ഞരമ്പ് മുറിച്ച് ചോര വാർന്ന് അതിൽ ഉറുമ്പ് അരിക്കുന്ന ഒരു നിലയിലുമാണ് അയൽവാസി കണ്ടെത്തിയിരിക്കുന്നത്. അയൽവാസിയാണ് ഈ വീട്ടിലേക്ക് ആദ്യം ചെല്ലുമ്പോഴും കുട്ടിയുടെ ഒരു അവസ്ഥ മനസ്സിലാക്കി ദുരൂഹതയുണ്ടെന്ന് സംശയിച്ച പോലീസിനെ അറിയിച്ചത്. എന്നാൽ പോലീസിന്റെ ഒരു വിധേയായ ഒരു കുട്ടിയാണ്, അതിജീവിത കൂടിയാണ്. ഈ ഒരു സംഭവത്തിലാണ് ആൺസുഹൃത്ത് കൂടി ഈ കുട്ടിയെ മർദ്ദിച്ചതായ ഒരു പരാതി വരുന്നത്. നിലവിൽ ഇതിൽ വേറെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ, ക്രൂരമായ പീഡനം ഉണ്ടായിട്ടുണ്ടോ, മറ്റു പ്രതികൾ ഇതിന്റെ ഈ ഒരു കുട്ടിയുടെ ആരോഗ്യനിലയുടെ മോശമായ സാഹചര്യത്തിൽ മറ്റു പ്രതികൾ ഈ പട്ടികയിൽ ഉണ്ടോ എന്നൊരു കാര്യം കൂടി അന്വേഷിച്ചിട്ടുണ്ട്. നിലവിൽ വീട്ടിലേക്ക് ഫോറൻസിക് സംഘം അടക്കമുള്ളവർ എത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് ശാസ്ത്രീയമായ ഒരു പരിശോധന നടക്കുന്നുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുകയാണ്. എന്തായാലും ആൺസുഹൃത്തിലേക്ക് കേസന്വേഷണം നീളുന്നു. ആൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ആൺസുഹൃത്തിന്റെ മൊഴിയിലായിരിക്കും ഈ കേസിന്റെ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരാൻ പോകുന്നത്. എന്താണ് സംഭവിച്ചത്, കുട്ടി ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചത്, അല്ലെങ്കിൽ കുട്ടിക്ക് മാനസികമായ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടോ, എന്താണ് നിലവിലുള്ള അവസ്ഥ എന്നത് കേസിൽ കൂടുതൽ നിർണായകമായ മണിക്കൂറുകൾക്ക് ശേഷം ഇനി വരാൻ ഉള്ളതേ ഉള്ളൂ. വൃന്ദ, ശരി. യുവതിയെ കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രേണുക.